ഹായ് മക്കളെ, വെൽക്കം ടു ന്യൂട്ടൻസ്. അങ്ങനെ നമ്മുടെ ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ട് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് ആ സെക്ഷനിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും എന്ത് ചെയ്യും, ഇത്തവണ ചോദിക്കും. ഓക്കെ, അതെങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്ന് പറഞ്ഞു. അതിനു മുമ്പായിട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കുന്നവരായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴെങ്കിലും നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ സമയത്ത് നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. എന്തെങ്കിലും മേടിച്ച ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. ഓക്കെ, ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഈ അടുത്ത ദിവസം കിട്ടിയ ഒരു പണി ഞാൻ പറഞ്ഞുതരാം. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ കോംബോ ബുക്സ് നമുക്ക് കിട്ടും. കോംബോ ബുക്സിൻ്റെ കോംബോ, ദാറ്റ് മീൻസ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കോംബോയിലുള്ള ഒരു 3 ബുക്സ് നമുക്ക് കിട്ടും. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അതിൽ പേജസിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. ഇത് കൂടാതെ വന്നത് 2 ബുക്ക് മാത്രം. വന്നത് ആകെ 2 ബുക്കാണ്, പക്ഷേ കോംബോയിൽ വന്നത് 3 ബുക്കാണ്. പറഞ്ഞിരുന്നത് 3 ബുക്കാണ്, എനിക്ക് കിട്ടിയത് വെറും 2 എണ്ണമാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ പറ്റിച്ച ഒരു അനുഭവം ഇതായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ആരെങ്കിലും പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ ആപ്പിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞ സമയത്ത് അവരപ്പം തന്നെ പറഞ്ഞു, സോറി സാർ, അത് തിരിച്ചു തരുന്നതായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു തരുന്നതായിരിക്കും, അപ്പോൾ അത് റീഫണ്ട് കിട്ടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഇല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെ ആസ് എ കൺസ്യൂമർ നമ്മൾ ഒരാൾ പറ്റിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി പരാതി കൊടുക്കും? അതേപോലെയുള്ള സെക്ഷൻസ് ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത്. ഫ്രോഡ്, വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ്, ആ സെക്ഷൻസ് ആണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സെക്ഷൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, യെസ്, various types of fraud and the institutions and the methods to approach to resolve them. വിവിധ തരം പറ്റിക്കലുകൾ അല്ലെങ്കിൽ കബളിപ്പിക്കലുകൾ, അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എവിടെയൊക്കെ പോകാനായിട്ട് പറ്റും, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഫ്രോഡാണ് എന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ ഒരു തട്ടിപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് കോണ്ടാക്ട് UGC. ഓക്കെ, രണ്ടാമതായിട്ട് AICTE, അതേപോലെ സ്റ്റേറ്റ് ബോർഡ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരാതിപ്പെടാനായിട്ട് പറ്റും. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, അതേപോലെ AICTE, പിന്നെ അതേപോലെ സ്റ്റേറ്റ് ബോർഡുകളെ പരാതിപ്പെടാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ അപ്രോച്ച് കൺസ്യൂമർ ഫോറം, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതാ. അപ്രോച്ച് ഡിഫറെന്റ് കൺസ്യൂമർ ഫോറം, ലോഡ്ജ് എ കംപ്ലൈന്റ് വിത്ത് ദ പോലീസിൽ പരാതി നൽകുക. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, കോണ്ടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിക്കുക. ഈ ഒരു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാഭ്യാസപരമായ തട്ടിപ്പുകൾ പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. സെക്കൻഡ് വൺ ഈസ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ കാണാറുണ്ടല്ലേ, ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ്. പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇന്നത് എന്ന് എടുത്ത് പറയാനായിട്ട് പറ്റൂല. ഓക്കെ, ഒരുപാട് ഫ്രോഡുകൾ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പരാതി കൊടുക്കാനായിട്ട് പറ്റും? ഒന്ന്, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. എവിടെ? ഗ്രീവൻസ് പോർട്ടൽ ഓഫ് ദ നാഷണൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. ഓക്കെ, സ്റ്റേറ്റ് ഓർ നാഷണൽ മെഡിക്കൽ കൗൺസിലിൽ പരാതിപ്പെടാനായിട്ട് പറ്റും. 2, കംപ്ലൈന്റ് വിത്ത് എ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ദ ഹെൽത്ത്, പരാതി കൊടുക്കാനായിട്ട് പറ്റും. 2, ഫയൽ എ PIL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് തന്നെയാണ്. ഇതിന്റെ മലയാളം വേർഡാണ് എക്സാക്ട്, പൊതു താല്പര്യ ഹർജി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഫയൽ എ കംപ്ലൈന്റ് ത്രൂ ദ ആരോഗ്യ സേതു ആപ്പ്. ആരോഗ്യ സേതു ആപ്പ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതി നൽകാം. അപ്പോൾ 2 രീതിയിലുള്ള ഫ്രോഡുകൾ നമ്മൾ പഠിച്ചു. ആ ഒരു സമയത്ത് എന്താ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ആ 2 രീതിയിലുള്ള ഫ്രോഡ് പഠിച്ചു. ഒന്ന് എഡ്യൂക്കേഷൻ റിലേറ്റഡും, 2 ഇപ്പൊ പഠിച്ച ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡും. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യം, ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക എന്നൊന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കൂല. ഓക്കെ, പകരം ഒരു കഥയായിരിക്കുള്ളൂ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആഷ്യൻ എന്ന് പറയുന്ന ഒരു യുവാവ്, ഓക്കെ, വയറിൽ എന്തോ ചെറിയൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ഓക്കെ, പക്ഷേ ഡോക്ടറുടെ ചികിത്സാ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആ യുവാവിന് എന്ത് ചെയ്തിരുന്നില്ല, പോയ കാര്യം എന്ത് ചെയ്തില്ല,
ചെയ്തില്ല, സാധിച്ചില്ല. വയറിന് പറ്റിയ പ്രശ്നം എന്ത് ചെയ്തില്ല, സാധിച്ചില്ല, ശരിയായിട്ട് കിട്ടിയില്ല. ഓക്കെ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് ചികിത്സാ പിഴവാണെന്ന് സമ്മതിക്കാനായിട്ട് അവരും എന്ത് ചെയ്തില്ല, തയ്യാറായില്ല. കൃത്യമായ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പരാതിപ്പെടാം. വേണ്ട നടപടികൾ അവരെന്ത് ചെയ്യുന്നതായിരിക്കും, സ്വീകരിക്കുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും. ആഷൻ എന്ന് പറയുന്ന ഒരു യുവാവ് വയറിന് എന്തോ ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചികിത്സിച്ച ശേഷം ചികിത്സാ പിഴവ് അംഗീകരിക്കാൻ അവർ സമ്മതിച്ചില്ല. ഈ യുവാവ് എവിടെ പോയി പരാതിപ്പെടണം, നിങ്ങൾ അവനെ സഹായിക്കൂ, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ് എക്സ്പ്ലെയിൻ ചെയ്യൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയൂ എന്നൊന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യൂല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയേക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് ഫ്രോഡുലന്റ് ഓഫർ ഓഫ് ജോബ് എബ്രോഡ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്ന പറ്റിക്കലുകൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ജർമ്മനിയിലെ ജോബ് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്തു. പിന്നെ എനിക്ക് കാണുന്ന ഇൻസ്റ്റാ ഫീഡുകൾ മുഴുവൻ ഏതായിരിക്കുള്ളൂ, ഈ പറയുന്ന ജർമ്മനിയിലെ ജോലി അവസരം, +2കാർക്ക് അവസരം, 10ാം ക്ലാസ്സുകാർക്ക് അവസരം, ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ജർമ്മനിയിലെ അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറേ ആഡുകൾ നമ്മുടെ ഇൻസ്റ്റാ സെക്ഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്റ്റാ ഫീഡിൽ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട്, അതായത് ഇപ്പോൾ ഏകദേശം ഒരു കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 90% ഇതേപോലെയുള്ള ആളുകളും, ദാറ്റ് മീൻസ് ജോബ് നൽകുന്ന കൺസൾട്ടൻസികൾ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും എന്താ, തട്ടിപ്പുകാരാണ്. കാരണം നമ്മൾ വിചാരിച്ച നല്ലത് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. 90% പേരും ഇതേപോലെ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്തുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേട്ടോ. അല്ലാത്തവരും ഉണ്ട്, മെജോറിറ്റി എന്നാലും എന്താ ഇതേ രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ പുറത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നമ്മളെ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പരാതിപ്പെടാനായിട്ട് പറ്റും? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ, മനസ്സിൽ കാണണം കേട്ടോ. ഓക്കെ, പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ്, അവിടെ എന്ത് ചെയ്യാം, പരാതിപ്പെടാം. ഒന്നാമത്തെ പോയിന്റ്. 2, എ കേസ് ക്യാൻ ബി ഫയൽഡ് അണ്ടർ ദ സെക്ഷൻ IPC സെക്ഷൻ 420. IPC സെക്ഷൻ 420 പ്രകാരമുള്ള കേസ് ഫയൽ ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ. അടുത്തത്, if you were scammed after arriving in the foreign country, you can lodge a complaint with the Indian Embassy or High Commission. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടത്, പറഞ്ഞ പണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞ പണി കിട്ടാതെ പണി കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ എംബസിയിലോ ഇന്ത്യൻ ഹൈ കമ്മീഷനിലോ എന്ത് ചെയ്യാൻ പറ്റും, പരാതി കൊടുക്കാനായിട്ട് പറ്റും. അടുത്തത്, can get in touch with the പ്രവാസി സഹായത കേന്ദ്ര PPSK ടോൾ ഫ്രീ നമ്പർ. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളിലൂടെ നമ്മളെ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 3 കാര്യങ്ങളെങ്കിലും മിനിമം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 4 പറ്റുമെന്നുണ്ടെങ്കിൽ 4 പഠിക്കാം. കാരണം ചിലപ്പോൾ 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട് ചോദിച്ചാൽ ലോട്ടറി അല്ലേ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത്, ഓൺലൈൻ ഫ്രോഡ്. ഓൺലൈൻ ഫ്രോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻറ്റ് ടു സൈബർ സെൽ അറ്റ് cybercrime.in. സൈബർ ക്രൈം സെല്ലിൽ പരാതിപ്പെടുക. അടുത്തത്, റിപ്പോർട്ട് ടു സെർട്ട് ഇൻ പോർട്ടൽ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, അവിടെ പരാതിപ്പെടാനായിട്ട് പറ്റും. സബ്മിറ്റ് എ കംപ്ലൈന്റ് ത്രൂ ദ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഓർ info@certain.in.org.in, അതിലും എന്ത് ചെയ്യാം, പരാതിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ പേരിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ തട്ടിപ്പുകൾ നടത്താൻ പറ്റും. ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ഒരുപാട് കാണുന്നതാണ്. പിന്നെ അതേപോലെ ചില ഈ ഇൻസ്റ്റാ ആഡ്സിലും അതേപോലെ ഫേസ്ബുക്ക് ആഡുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഈ ശരിക്കും ചിലപ്പോൾ ഒരു 50,000 രൂപയുള്ള സാധനം ചിലപ്പോൾ 10,000 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതേപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് ഈ തന്നേക്കുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ സൈബർ സെല്ലിൽ പരാതിപ്പെടാം, സെർട്ടിനിൽ പരാതിപ്പെടാം. പിന്നെ ഈ കാണുന്ന മെയിൽ ID എന്ത് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ തക്കതായ പ്രൂഫ് ഉണ്ടെങ്കിൽ പരാതിപ്പെടാനായിട്ട് പറ്റും. സോ അടുത്തത്, ബാങ്കിങ് ഫ്രോഡ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ ചോദ്യം വന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ചോദ്യം വന്ന രീതി എങ്ങനെയായിരുന്നു? ഓക്കെ, നമുക്ക് എപ്പോഴും ആഷൻ എന്ന് പറഞ്ഞൊരു യുവാവിനെയാണല്ലോ നമ്മൾ എക്സാമ്പിൾ പറയാനായിട്ട് എടുത്തത്. ആഷൻ എന്ന് പറയുന്ന യുവാവ് അതിസമ്പന്നനാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓരോ ദിവസവും കൃത്യമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ പൈസ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു ദിവസം 50 രൂപ പോവും, പിറ്റേ ദിവസം 100 രൂപ പോവും, പിറ്റേ ദിവസം 150 രൂപ പോവും, പിറ്റേ ദിവസം 50 രൂപ പോവും. അങ്ങനെ എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പൈസ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ബാങ്കിനെ ചോദിച്ചു കഴിഞ്ഞ സമയത്ത് കസ്റ്റമറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അവന്മാരും എന്ത് ചെയ്യുന്നു, കൈ ഒഴിയുന്നു. സോ ഇത്തരം സന്ദർഭങ്ങളിൽ ആഷൻ എന്ന് പറയുന്ന ഒരു യുവാവിന്
നീതി ലഭിക്കാനായിട്ട് എവിടെ പോകണം? ആ പോകേണ്ട സൊല്യൂഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതേ രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ മൂക്ക് പിടിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്, കിട്ടിക്കൊള്ളണം. സോ ബാങ്കിങ് ഫ്രോഡ്സ് ആണെങ്കിൽ നമ്മൾ എവിടെ പരാതിപ്പെടും? ഒന്ന്, അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ബ്രാഞ്ച് മാനേജർ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തെ സമീപിക്കുക. സെക്കൻഡ് വൺ, ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റെസ്പോണ്ട് വിത്തിൻ 30 days യു ക്യാൻ അപ്രോച്ച് ടു ദ RBI ഓംബുഡ്സ്മാൻ. അതായത് 30 ദിവസത്തിനുള്ളിൽ മറുപടി തരാത്ത പക്ഷം ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഓക്കെ. പിന്നെ മൂന്നാമത്തതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ എഴുതി വെച്ചോ. ഫ്യൂച്ചറിൽ എങ്ങാനും നമ്മൾ ആരെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഹൗ ടു ഫയൽ കംപ്ലൈൻറ്റ്സ്, പരാതികൾ എങ്ങനെ കൊടുക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇന്ന ആള് പറ്റിച്ച്, ആൾക്ക് പരാതി കൊടുക്കണം, എന്തൊക്കെ വേണം എന്നാണ് ചോദിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ച 3 മാർക്കിന്റെ ചോദ്യമായിട്ട് എന്തൊക്കെ വേണം, നമ്മളൊന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു. നമ്മളൊരാളെ പറ്റിച്ച്, നമ്മൾ പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, എന്തൊക്കെ കൊടുക്കണം, എവിടെ പരാതിപ്പെടാൻ പറ്റും എന്ന് ചോദിച്ചിരുന്നു, എന്തൊക്കെ അതിനോടൊപ്പം വേണം എന്ന് ചോദിച്ചിരുന്നു. പരാതിപ്പെടാൻ എവിടെ പറ്റും? കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടാൻ പറ്റും. 2, പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളൊപ്പം നമ്മൾ കരുതണം? അതിനോടൊപ്പം ആ സാധനം മേടിച്ച ബില്ലുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റേതെങ്കിലും തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒപ്പം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഹൗ ടു ഫയൽ കംപ്ലൈന്റ്സ് ഇഫ് എ കൺസ്യൂമർ ഈസ് ചീറ്റഡ്, ഹി ഓർ ഷീ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് വിത്തിൻ ദ റെസ്പെക്റ്റീവ് ഓഫീസ് ഓർ ദ കൺസ്യൂമർ കോർട്ട്. ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതിപ്പെടാം. പേഴ്സൺ വിത്ത് ഗ്രീവൻസ് ക്യാൻ റൈറ്റ് എ ഡീറ്റെയിൽഡ് കംപ്ലൈന്റ് ഓൺ എ വൈറ്റ് പേപ്പർ ആൻഡ് സബ്മിറ്റ് ഇറ്റ് ഡയറക്ട്ലി to the consumer dispute redressal court along with the supporting documents as evidence. പരാതിയുള്ള ഏതൊരാൾക്കും വെള്ളപ്പേപ്പറിൽ പരാതി വിശദമായിട്ട് എഴുതി ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളിലോ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം തെളിവായിട്ട് ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഹൗ ടു ഫയൽ എ കംപ്ലൈന്റ് എന്നൊരു സെക്ഷൻ വന്നാൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ എഴുതേണ്ടത് ഈ സെക്ഷനാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ക്വാളിറ്റി സിംബൽസിനെ കുറിച്ചിട്ടാണ് ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പറ്റിക്കുന്ന സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ആകെ 2-3 സെക്ഷനും കൂടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഒരു 3 ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ. അതിലൊന്നാണ് ക്വാളിറ്റി സിംബൽസ്. അതായത് ഒരു സാധനത്തിന്റെ ഗുണമേന്മയെ കാണിക്കുന്ന ഒരു സിംബലാണ് ഏത്? ക്വാളിറ്റി സിംബലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റി സിംബൽ. ISI മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. വൈദ്യുത ഉപകരണങ്ങൾ. എന്തിനൊക്കെയാണ് ISI കൊടുക്കുന്നത്? വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ സാധനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ISI മാർക്ക് കാണാൻ പറ്റും. നമ്മൾ എല്ലാവരും കണ്ടേക്കുന്നതായിരിക്കും എവിടെയെങ്കിലും ISI മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തതാണ് അഗ്മാർക്ക് എന്ന് പറയുന്നത്. എന്താണ് അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ? അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ കാണിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു സിമ്പിൾ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് അഗ്മാർക്ക് എന്ന് പറയുന്നത്. എന്താ പറയാ? അഗ്മാർക്ക് എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ കാണിക്കാൻ സൂചിപ്പിക്കുന്നതാണ് അഗ്മാർക്ക്. പിന്നെ FSSAI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഷുർ ദ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റി, സെക്യൂരിറ്റി ഇതൊക്കെ എൻഷുർ ചെയ്യുന്നതാണ് ഇത് FSSAI എന്ന് പറയുന്നത്. ഓക്കെ, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എൻഷുർ ദ ഫുഡ് സെക്യൂരിറ്റി ഇത് എൻഷുർ ചെയ്യുന്നതാണ് FSSAI. ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വല്ല ചോക്ലേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റുകൾ ഉണ്ടോ, എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടോ നോക്കിയേക്കുക. പുറത്ത് FSSAI എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക? നോക്കിയേക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ ദാ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കിയേക്കുന്നതിന്റെ സിമ്പിളാണ്. അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എന്ത് ചെയ്യാം? അവിടെ ഉറപ്പാക്കാം. അപ്പോൾ ഇതാണ് ക്വാളിറ്റി സിംബൽസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സിംബൽ തന്നിട്ട് അതിന്റെ ബന്ധപ്പെട്ട മേഖല ഏതാണ് കാര്യങ്ങളായിരിക്കുള്ളൂ ചോദിക്കുന്നത്. ISI ചോദിച്ചാൽ കിട്ടണം, അഗ്മാർക്ക് ചോദിച്ചാൽ കിട്ടണം, FSSAI ചോദിച്ചാൽ കിട്ടണം. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം. ശരിക്കും ഇങ്ങനൊരു സാധനത്തിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്? നമ്മളെ ആരെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ആസ് എ കൺസ്യൂമർ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പരാതിപ്പെടണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് വരെ കിട്ടിയിട്ടുണ്ടാവുന്നത് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചത് കൊണ്ടായിരിക്കും. നമ്മളെ പറ്റിച്ചാൽ എവിടെ പോയി പരാതിപ്പെടണം. സോ അതുകൊണ്ട് കൺസ്യൂമർ എഡ്യൂക്കേഷൻ അഥവാ ഉപഭോക്തൃ വിദ്യാഭ്യാസം വളരെ നല്ലൊരു സംഭവമാണ്.
അതുണ്ടെങ്കിൽ ഒരു പരിധി വരെ പറ്റിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. നോക്കാം. കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമർ അബൌട്ട് ദെയർ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, ചോയ്സസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഡിഫറൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദ കൺസ്യൂമർ ലോ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, വിപണിയിലെ വ്യത്യാസങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ എഡ്യൂക്കേഷൻ raise awareness and it instills self-protection values among the consumers. This helps consumers to protect from fraud and wrongful transaction. ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളുടെ ബോധവൽക്കരണം ഉറപ്പാക്കുകയും സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് തട്ടിപ്പുകളിൽ നിന്നും തെറ്റായ ഇടപാടുകളിൽ നിന്നും സംരക്ഷിതരാകാൻ ഉപഭോക്താക്കളെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നറിഞ്ഞിരിക്കുക കഴിഞ്ഞു. ഓക്കെ, സോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അതേ ചോദിക്കുകയുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യമാണ് കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ടൈം എക്സാമിന് നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അതേപോലെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ കാണുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എൻ്റെ ഒപ്പം ഉറക്കെ പറയണം, ഇത് കഴിയുമ്പോഴത്തേക്കും പഠിച്ച് കഴിയണം എന്നൊരു വാശി നമുക്ക് വേണം. ഓക്കെ, വായിച്ചോളുക. ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാ? പ്രൊട്ടക്ട് ദ കൺസ്യൂമർ റൈറ്റ്സ്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. 2, ടു മേക്ക് കൺസ്യൂമർ അവെയർ ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്, ഉപഭോക്തൃ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യമാക്കുക. 3, ടു എൻഷുർ ദ സേഫ്റ്റി ഇൻ ട്രേഡ് എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡ്, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക. നമുക്കറിയാം 86 ആ സംഭവം ഉണ്ടായിരുന്നില്ല, 2019 ആ സംഭവം കൊണ്ടുവന്നത്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസവും അതായിരുന്നു. അടുത്തത് ടു ഐഡന്റിഫൈ ദ എത്തിക്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ മാർക്കറ്റ്, മലയാളത്തിൽ വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. ടു എൻഷുർ ഹെൽത്ത് സേഫ്റ്റി, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ലാസ്റ്റ് ടു പ്രൊമോട്ട് കൺസ്യൂമർ ജസ്റ്റിസ്, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. സോ ഇത്രയും കഴിഞ്ഞതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമുകൾക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് കൺസ്യൂമർ എന്താണ്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്താണ്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്തൃ സംതൃപ്തി പഠിച്ചു, യൂട്ടിലിറ്റി 2 ക്ലാസിഫിക്കേഷൻ, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. പിന്നെ പഠിച്ചു അസംഷൻസ് ആൻഡ് ദ ലിമിറ്റേഷൻ ഓഫ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പഠിച്ചിരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് നോക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിൽ 1986 ആക്ടിനെ കുറിച്ച് പഠിച്ചു, 2019 ആക്ടിനെ കുറിച്ചും പഠിച്ചു. ഏറ്റവും ലാസ്റ്റ് റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, എമൗണ്ട് അടക്കം നോക്കി വെച്ചേക്കണം. കൺസ്യൂമർ കോർട്ടുകളുടെ ആ ഒരു ഓരോന്നിലും എത്രയൊക്കെയാണ് എമൗണ്ട്, നാഷണൽ ലെവലിൽ എത്ര, സ്റ്റേറ്റ് ലെവലിൽ എത്ര, ഡിസ്ട്രിക്ട് ലെവലിൽ എത്ര എമൗണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം. സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോർട്ട്, 3-tier അഡ്വൈസറി കമ്മിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ മെത്തേഡ്സ് റിലേറ്റഡ് ടു ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ്സ്. ഏകദേശം അത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ 4th ചാപ്റ്ററിൽ പഠിച്ചത്. സോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വരെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടാറ്റാ.